ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ. അമ്മ വാഗമണിലോട്ടുള്ളൊരു ചുരമുണ്ട്, അത് കയറാൻ പോവാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇനിയും നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. വാഗമൺ ചുരം ഇടുക്കി, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മലമ്പാതയാണ് വാഗമൺ ചുരം. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളെ കീറിമുറിച്ചുകൊണ്ടാണ് ഈ പാത കടന്നു പോകുന്നത്. മനോഹരമായ ഒരു ചുരമാണ് വാഗമൺ ചുരം. വാഗമൺ ചുരത്തിലെ ഇതുവരെ ആരും കാണാത്ത കാഴ്ചകളും വിശേഷങ്ങളും അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ സാഹസികതയും ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഈ ചുരം ഇഷ്ടപ്പെടും. ചുറ്റും നിബിഡ വനങ്ങളും പച്ചപ്പും നിറഞ്ഞ ഒരു അടിപൊളി കാഴ്ച ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. വരി, ഒരു ഡ്രൈവറേയും കൂട്ടിയാ പോരെ, ഇതിനെ മോനൊക്കെ കൂട്ടിയിട്ട് വരി. വാഗമൺ യാത്രയിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ. കൂടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പലപ്പോഴും ഈ ചുരം കോടമഞ്ഞിനാൽ നിറഞ്ഞിരിക്കും. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 1 മണി 1:30 സമയത്താണ്. അപ്പോൾ ഒരിക്കലും കോടമഞ്ഞ് ഇവിടെ ഇല്ല. രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല കോടമഞ്ഞായിരിക്കും ഈ റൂട്ടിൽ. ആ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ചുരത്തിലൂടെയുള്ള യാത്ര, അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം നമ്മളെ വാഗമൺ ചുരം പകുതി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ, പകുതിയുടെ ഒരു 3/4 ഭാഗം കയറി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അതുകൂടാതെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനും കൂടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നൗഷാദ് ഖാൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ഇവിടെ നമുക്ക് ബിരിയാണിയും കഴിക്കാം, ആ വ്യൂ പോയിൻ്റ് കാണാം. അപ്പം നമ്മൾ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോവുകയാണ്. നൗഷാദിക്കൻ്റെ വീട്ടിൽ നിന്നാണ് ബിരിയാണി കൊണ്ടുവന്നത്.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ആ വ്യൂ പോയിൻറ്റിലോട്ട് പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളെ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ്, ആരും കാണാത്ത വാഗമൺ ചുരത്തിലെ കാഴ്ചകൾ. അങ്ങനെ പെട്ടിക്കടകളൊക്കെ ഉണ്ട്, വലിയ പാറകളാണ്. നമ്മളേ ആ കാണുന്ന റോട്ടിൽ കൂടിയാണ് വന്നത്, കണ്ടില്ലേ? ആ റോട്ടിൽ കൂടെ ഇങ്ങനെ വളഞ്ഞാണ്. KSRTC ബസ് വന്നുണ്ട്, ഒരുപാട് ദൂരെയാണ്, ഞാൻ സൂം ചെയ്തിരിക്കുന്നത്. അപാര പാറ, മുപ്പത് 40 50 190. എൻ്റെ കൂടെയുള്ള ആരും വന്നില്ല അങ്ങോട്ട്. ഞങ്ങൾ കുറച്ച് താഴെയാണ് ബസ് നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. നമ്മൾ ഈ വ്യൂ പോയിന്റിലോട്ട് നടന്നു വരുമ്പോൾ ഒരു കരിമ്പുലിയെ കാണാം, കണ്ടോ? എങ്ങനെയുണ്ട്? ഇതൊരു കരിമ്പുലിയുടെ സ്റ്റാച്ചു ആണ്. നല്ല കിടിലൻ കാഴ്ചയാണത്, അടിപൊളി. ഇവിടെ നിന്നും നമ്മൾ താഴോട്ട് നോക്കുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. എന്ത് മനോഹരമായ പ്രകൃതി ഭംഗിയാണ്. ഇതൊക്കെ ആസ്വദിക്കാൻ ഒരു കഴിവനുമാണ്. നമ്മൾ ഈ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി. അടിപൊളി കാറ്റവിടെ നിന്ന്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ശബ്ദം കേൾക്കാം, അത് ഇവിടുത്തെ കാറ്റാണ്. എന്ത് കാറ്റാണെന്നറിയാം, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന കാറ്റാണ് ഇവിടെ. അടിപൊളി കാറ്റ് വെച്ചാൽ അടിപൊളി കാറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല വ്യൂ പോയിന്റും. വാഗമണിലോട്ട് എത്തിയിട്ടില്ല, ഇനിയോട്ട് കുറച്ചുകൂടെ അതിന് മുന്നേ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചു, കിട്ടിയില്ല, അടിപൊളി കാര്യം. അങ്ങനെ ഞങ്ങൾ പാട്ടും സൊറപറച്ചിലും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വാഗമൺ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. വാഗമൺ ടൗണേ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3600 അടി ഉയരത്തിലാണ്.
അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ തണുത്ത കാലാവസ്ഥയായിരിക്കും. മിക്കപ്പോഴും കോട നിറഞ്ഞായിരിക്കും ഇവിടെ കാണപ്പെടുക. അത്രയും മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വാഗമൺ. വാഗമണ്ണിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട് വാഗമണ്ണിൽ. അതെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരാവേ. ഇപ്പം നമ്മളൊരു താമസ സ്ഥലം കണ്ടുപിടിക്കണം, അവിടേക്ക് പോവുകയാണ്. ആ കാഴ്ചകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടിമാലിയൊന്നുമല്ല, അടിമാലി മൂന്നാർ ഭാഗത്ത് അവിടേക്ക് പോകുന്നുണ്ടല്ലോ. കട്ടപ്പനയാ ഞങ്ങളെ വാഗമണ്ണിൽ വന്ന് ഒരു താമസിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ബേക്കിൽ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 4 മണിയായി. ഈ ഒരു ഹോം സ്റ്റേയും അതിൽ 2 റൂം, ഇതിൽ ഒരു റൂമാണ് ഞങ്ങൾ. ഇതിൻ്റെ ബേക്കിലോട്ട് നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ ദൂരെയാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. റിസോർട്ടുകളുണ്ട്, ഒരുപാട് ദൂരെയാണ്, ആ കുന്നിൻ്റെ മണ്ടയിലാണ്. നമ്മൾ വന്നപ്പോഴത്തേന് ഒരുപാട് ലേറ്റായി. അപ്പം നാളെ രാവിലെയാണ് ഞങ്ങൾ വാഗമൺ കറങ്ങാൻ പോകുന്നത്. ഇന്നിപ്പോൾ പരിപാടിയൊന്നുമില്ല, താമസ സ്ഥലത്ത് തന്നെ കൂടാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. എൻ്റെ ബേക്കിൽ കണ്ടോ, അടിപൊളി ഏരിയ കേട്ടോ, കിടില സ്ഥലമാണ്. അപ്പം വാഗമണ്ണിലെ മനോഹരമായ കാഴ്ചകൾക്കായിട്ട് കുറച്ച് കാത്തിരിക്കണം. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.